Welcome students to CTune's online coaching class. Kerala PSC ICDS SUPERVISOR examile psychology portion aya memory like ella students inum swagatham. Psychology unit le 4th psychology area le 4th unit aya psychological process le different processes undennu paranju adiloru process aayirunnu memory and forgetting. ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മെമ്മറി എന്താണ്, മെമ്മറിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണ്, മെമ്മറിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മെമ്മറിയിലേക്ക് ആവശ്യമുള്ള തിയറീസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മെമ്മറി അഥവാ ഓർമ്മശക്തി ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് നമ്മൾ ഫോർഗെറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഫോർഗെറ്റിംഗ് എന്നുള്ള ടേം നിങ്ങളുടെ സിലബസിൽ ആസച്ച് കൊടുത്തിട്ടില്ലെങ്കിലും ഫോർഗെറ്റിംഗ് തിയറീസ് ആണ് സിലബസിൽ DECAY, ഇൻ്റർഫറൻസ്, റിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. സോ today I am welcoming all the students to the topic forgetting. Forgetting എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അറിയണമെങ്കിൽ മെമ്മറി എന്താണെന്ന് നമുക്കറിയണം. ദാറ്റ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് മെമ്മറി എന്താണെന്നുള്ളത്. ഷോർട്ട് ടൈം മെമ്മറി എന്താ, സെൻസറി മെമ്മറി എന്താ, ലോങ് ടൈം മെമ്മറി എന്താ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ സ്ലൈഡുകൾ നോക്കി മെമ്മറിയിലെ ലോങ് ടൈം മെമ്മറി എന്താ എന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഈ ടോപ്പിക്ക് കേൾക്കുക. കാരണം we talks about forgetting from long term memory. Long term മെമ്മറിയിൽ വന്ന കാര്യങ്ങൾ നമ്മൾ മറക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ വിത്ത് ദ ടോപ്പിക് മെമ്മറി, ഗോ ബാക്ക് ടു ലാസ്റ്റ് 3 സെഷൻസ്. കഴിഞ്ഞ മെമ്മറിയുമായി ബന്ധപ്പെട്ട 3 സെഷൻസ് നമ്മളത് ഓൾറെഡി കഴിഞ്ഞു. ആ കഴിഞ്ഞ സെഷൻസ് വെച്ചിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ഫോർഗെറ്റിങ്ങിലേക്ക് വരിക. സോ ലെറ്റ് us start. Let us look what is forgetting. നമുക്കറിയാം മറവിനെയാണ് നമ്മൾ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നെങ്കിലും we should know it in terms of scientific language. Forgetting is the apparent loss of information stored and encoded in memory. Stored and encoded in long term memory. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്റ്റോറേജ് എന്താ, എൻകോഡിങ് എന്താ, LTM എന്താ എന്നൊക്കെ. അപ്പോൾ നമ്മളുടെ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എൻകോഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ മറക്കുന്നതിനെയാണ് ഫോർഗെറ്റിംഗ് എന്ന് പറയാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ടു സ്റ്റഡി ഫോർഗെറ്റിംഗ് വാസ് ഡൺ ബൈ ജർമ്മൻ സൈക്കോളജിസ്റ്റ് ഹെർമൻ എബിംഗോസ്. ഹെർമൻ എബിംഗോസ് ആണ് ആദ്യമായിട്ട് സൈക്കോളജിയിൽ ആദ്യമായി ഫോർഗെറ്റിങ്ങിനെ കുറിച്ച് പഠിച്ച സൈക്കോളജിസ്റ്റ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലോങ് ടേം മെമ്മറിയിൽ നിന്ന് മറക്കുന്നതിനെ കുറിച്ചാണ്. സോ ജർമ്മൻ സൈക്കോളജിസ്റ്റായ ഹെർമൻ എബിംഗോസ് സ്വന്തം സെൽഫിനെ തന്നെ സബ്ജക്റ്റായിട്ട് കുറച്ച് നോൺസെൻസ് സിലബിൾസ് എടുത്തിട്ട് അത് എത്ര ഫ്രീക്വൻസിയിൽ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡിയാണ് നടത്തിയത്. അയാൾ കൊണ്ടുവന്ന കർവിനെ ഫോർഗെറ്റിംഗ് കർവ് എന്നാണ് പറയുക. From his study, he found that forgetting happened more in initial period. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യൽ പീരീഡ്, ഒരു 9 hours ഉള്ളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മറക്കുന്നത് എന്നും പിന്നീട് മറവി കുറച്ചേ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഫോർഗെറ്റിംഗ് കർവുമായി ജർമ്മൻ സൈക്കോളജിസ്റ്റായ ഹെർമൻ എബിംഗോസ് കണ്ടുപിടിച്ചത്. സോ ഫോർഗെറ്റിംഗ് ലോങ് ടൈം മെമ്മറിയിലെ ഫോർഗെറ്റിങ്ങിനെ കുറിച്ചാണ് കൂടുതൽ ഫോർഗെറ്റിംഗ് തിയറീസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വി ഷുഡ് ലുക്ക് ഇൻ ടു ഈച്ച് ആൻഡ് എവറി തിയറി ഇൻ സെപ്പറേറ്റ് ആയിട്ടുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തിയറിയും പഠിക്കണം. കാരണം സിലബസിൽ നിങ്ങൾ 4th യൂണിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ 3 തിയറീസ് സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ്. Before going into theory, we should know what are the types of forgetting. There are 2 types of forgetting: natural forgetting and morbid forgetting. നമ്മൾ അറിയാതെ നാച്ചുറലായിട്ട് ക്വൈറ്റ് നോർമലായിട്ട് നമ്മൾ മറന്നു പോകുന്നതിനെയാണ് നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുക. നമ്മളത് എന്താ പറയുക, മറക്കണം എന്നാഗ്രഹിച്ചതോ മറക്കാൻ വേണ്ടി കഠിനമായി ശ്രമിച്ചതോ ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് naturally we forgot. That is called natural forgetting. Forgetting occurs with the lapse of time in quite normal way without any intention of forgetting. മറക്കണമെന്ന് യാതൊരു ഇൻറ്റൻഷനും ഇല്ലാതെ നോർമലായിട്ട് നമ്മൾ മറന്നു പോയതിനെയാണ് നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുക. സെക്കൻഡ് വൺ ഈസ് മോർബിഡ് ഫോർഗെറ്റിംഗ്. ഇൻ ദിസ് ഫോർഗെറ്റിംഗ് വി ട്രൈസ് ടു ഫോർഗെറ്റ് സംതിങ് വിച്ച് റിസൾട്ട്സ് ഫ്രം ഡിപ്രഷൻ.
which results from repression. എന്ന് വെച്ചാൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിപ്രഷൻ തിയറിയിൽ പഠിക്കും. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ബോധപൂർവം ചില കാര്യം മറക്കാൻ വേണ്ടി നമ്മളുടെ അബോധാവസ്ഥയിലേക്ക് തള്ളുന്നതിനാണ് റിപ്രഷൻ എന്ന് പറയുക. സോ നമുക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറക്കാൻ വേണ്ടി കോൺഷ്യസായി പണിയെടുത്തിട്ട് നമ്മൾ മറക്കുന്നതിനെയാണ് വിത്ത് എ സ്ട്രോങ് ഇൻറ്റൻഷൻ ഓഫ് ഫോർഗെറ്റിങ്ങിനെയാണ് മോർബിഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലവ് അഫെയറൊക്കെ ബ്രേക്കായ ആളുകൾ അയാളുടെ കുറിച്ചിട്ടുള്ള എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്യും, ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുക, വിളിച്ചാൽ എടുക്കാതിരിക്കുക, അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക, ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നതിനെയാണ് മോർബിഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയാം. ഇനി നമുക്ക് ഓരോ തിയറീസ് എന്താണെന്ന് നോക്കാം. There are 3 main theories which is described in your syllabus. ഫസ്റ്റ് DECAY ഇൻ്റർഫറൻസ് റിപ്രഷൻ എന്നാണ് സിലബസിൽ കാണുക. അതിൻ്റെ തിയറി നെയിമുകളാണ് ട്രേസ് DECAY തിയറി വിച്ച് ദേ കോട്ടഡ് ആസ് DECAY തിയറി, ഇൻ്റർഫിയറൻസ് തിയറി വിച്ച് ദേ കോട്ടഡ് ആസ് ഇൻ്റർഫിയറൻസ്, റിപ്രഷൻ തിയറി വിച്ച് ദേ റോട്ട് ആസ് റിപ്രഷൻ. അവർ കൊടുത്തിരിക്കുന്ന 3 കോൺസെപ്റ്റ് DECAY എന്താ, ഇൻ്റർഫിയറൻസ് എന്താ, റിപ്രഷൻ എന്താണെന്ന്. ഈ തിയറി പഠിക്കുന്നതിനോട് കൂടി 3 കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവും. സോ യു വിൽ ബി ഏബിൾ ടു ആൻസർ എനി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദീസ് 3 കോൺസെപ്റ്റ്സ്. സോ വാട്ട് ഈസ് DECAY, വാട്ട് ഈസ് ഇൻ്റർഫിയറൻസ്, വാട്ട് ഈസ് റിപ്രഷൻ എന്നാണ് നമ്മൾ ഈ തിയറിയിലൂടെ പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് തിയറി ഈസ് ട്രേസ് DECAY theory. Learning results in neurological changes leaving certain type of memory traces or engrams in the brain. With the passage of time through disuse, these traces of learning impression gets weaker and weaker and finally fade away, leads to forgetting. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ലേൺ ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ നമ്മളുടെ ന്യൂറോൺസ് വഴി ചില മെമ്മറി കണക്ഷൻസ് ഉണ്ടായിട്ട് മെമ്മറി ട്രേസസ് അല്ലെങ്കിൽ എൻഗ്രാംസ് എന്നാണ് അതിനെ പറയുക. ന്യൂറോൺസ് തമ്മിൽ കണക്റ്റഡ് ആവും നമ്മളൊരു കാര്യം ലേൺ ചെയ്യുമ്പോൾ. അങ്ങനെ അവിടെ ഒരു എൻഗ്രാം ഉണ്ടായിട്ട് വരും. ഈ എൻഗ്രാം സമയം കഴിയും തോറും വീക്കറായി പോയിക്കൊണ്ടേയിരിക്കും നമ്മളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. പക്ഷേ നമ്മൾ ആ കാര്യം വീണ്ടും ഓർത്തെടുത്ത് റിവൈസ് ചെയ്ത് ഉപയോഗിച്ചാൽ ആ ഉണ്ടായ ഇംപ്രഷൻ, ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻ വഴി ഉണ്ടായ ഇംപ്രഷൻ, അതിന് മെമ്മറി ട്രേസ് എന്ന് പറയും, അല്ലെങ്കിൽ എൻഗ്രാംസ് സ്ട്രോങ്ങർ ആവും. അപ്പോൾ നമുക്കത് ഓർമ്മയുണ്ടാവും. എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് മറന്നുപോകും. അപ്പോൾ നമുക്കുണ്ടായ മെമ്മറി ട്രേസിനെ നമ്മൾ ഉപയോഗിക്കാത്തത് കാരണം DECAY ആയിട്ട് അത് കാരണം ഉണ്ടാകുന്ന ഫോർഗെറ്റിങ്ങിനെയാണ് ട്രേസ് DECAY തിയറി എന്ന് പറയാം. So what is learned or experienced is forgotten with lapse of time. ടൈമിനനുസരിച്ച് നമ്മളത് മറക്കുക ചെയ്യുക. ഡ്യൂ ടു DECAY ഓഫ് മെമ്മറി ട്രേസ് ഫോർഗെറ്റിംഗ് ഹാപ്പൻസ്. ഇവിടെ ഫോർഗെറ്റിംഗ് നടക്കുന്നത് മെമ്മറി ട്രേസ് DECAY ആവുമ്പോഴാണ്. സോ ദ ലോസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് ത്രൂ നോൺ യൂസ്. നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ട്രേസിനെ ഉപയോഗിക്കാതിരുന്നിട്ട് വന്ന ലോസാണ് this loss. When the new material is learned, a memory trace, physical change in the brain appears. In DECAY, the trace simply fades away with nothing left behind because of mere passage of time. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ലേണിംഗ് സമയത്ത് ഒരു ഫിസിക്കൽ ചേഞ്ച് ബ്രെയിനിന് ഉണ്ടാവും. ദാറ്റ് വിൽ ബി ഫെയ്ഡിങ് ഇഫ് യു ആർ നോട്ട് യൂസിങ് ഇറ്റ് വിത്ത് ദ മിയർ പാസേജ് ഓഫ് ടൈം. വെറുതെ ടൈം പാസേജ് കഴിയുമ്പോഴൊക്കെ തന്നെ നമ്മളിത് ഫെയ്ഡായി പോവും. സോ വാട്ട് എവർ വി ലേൺ, ദർ വിൽ ബി എ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് ഇംപ്രഷൻ ഇൻ ദ ബ്രെയിൻ. വി ഹാവ് ടു use and reuse it for getting more having more memory, otherwise forgetting will happen എന്നാണ് ഈ തിയറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് വൺസ് മോർ. നമ്മൾ എന്ത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും നമ്മളുടെ ബ്രെയിനിൽ ഒരു മെമ്മറി ട്രേസ് ഉണ്ടാവും. ഈ മെമ്മറി ട്രേസ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ഫെയ്ഡായി പോവും. വിത്ത് ദ ലാപ്സ് ഓഫ് ടൈം ഫെയ്ഡായി പോകുമ്പോൾ സംഭവിക്കുന്ന ഫോർഗെറ്റിംഗ് ഉണ്ടാവും. ഇതാണ് ട്രേസ് DECAY തിയറിയിൽ പറയുന്നത്. സൂപ്പർവൈസർ മറ്റു PSC വളരെ കുറഞ്ഞ വേക്കൻസി ഉണ്ടാവും, കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ആപ്ലിക്കൻസ് കുറവാണ്. കാരണം ലേഡീസ് ഓൺലി ആയതുകൊണ്ട് തന്നെ പകുതി ജെൻസിൻ്റെ ആപ്ലിക്കേഷൻ കുറഞ്ഞു. മാത്രമല്ല 4 സബ്ജക്ട്സ് പഠിച്ചവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ. സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഹോം സയൻസ്,
സോഷ്യോളജി. ഈ 4 സബ്ജക്ട്സ് ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ. അപ്പോൾ എഗെയിൻ അത്രയും ആളുകൾ മാത്രമേ, ബാക്കി ആളുകൾ കുറഞ്ഞു. പക്ഷേ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് PSCകളാവുമ്പോൾ എല്ലാ ഡിഗ്രി ഉള്ളവരും ഉണ്ടാവും, ജെൻസ് ഉണ്ടാവും, ഒരുപാട് ആളുണ്ടാവും. എന്നാൽ വേക്കൻസി വളരെ കുറവ്, 2, 3, 6 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിൽ തന്നെ ഒരുപാട് വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ്. ഇപ്പോൾ മലപ്പുറം ജില്ല എടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ 28 ICDS പ്രോജക്ട്സ് ഉണ്ട്. ഓരോ പ്രോജക്റ്റിലും 4 to 6 ICDS സൂപ്പർവൈസേഴ്സിൻ്റെ പോസ്റ്റ് ഉണ്ടാവും. ഇതിലിപ്പോൾ കുറേ സീനിയേഴ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ അവരുടെ റിട്ടയർമെൻറ്റ് വരുമ്പോൾ കുറേ വേക്കൻസികൾ വരും. ഈ നമ്മുടെ ലിസ്റ്റ് മിക്കവാറും 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വാലിഡ് ആയിരിക്കും. നമ്മൾ എക്സാം എഴുതി 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമുക്കിതെല്ലാം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് നമുക്ക് പ്ലേസ്ഡ് ആവാനുള്ള സാധ്യത ഏറെയുണ്ട്. സബ്ജക്ട്സ് മാത്രം കൂടുതൽ ചോദിക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാനും എളുപ്പമാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റ് ഈ 4-ൽ ഏതെങ്കിലും ഒന്നാവും, അത് നല്ല തറവാക്കുക. മറ്റ് സബ്ജക്ട്സ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പതുക്കെ പഠിക്കുക.